ഹലോ ഗൈസ്, RG's Tech മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് സെബ്രോണിക്സിന്റെ സെബ് ഡൂക്ക് എന്ന് പറയുന്ന ഹെഡ്ഫോണിനെ കുറിച്ചാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളണ്ടാന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സെബ്രോണിക്സിന്റെ സെബ് ഡൂക്ക് എന്ന് പറയുന്ന വയർലെസ് ഹെഡ്ഫോണിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. 60 മണിക്കൂറിൻ്റെ ബാറ്ററി ബാക്കപ്പാണ് ഈ ഒരു ഹെഡ്ഫോണിലുള്ളത്. ഗെയിമിംഗ് മോഡുണ്ട്, എൻവയോൺമെൻറ്റൽ നോയ്സ് ക്യാൻസലേഷൻ മൈക്കും ഉണ്ട് അല്ലേ, എൻവയോൺമെൻറ്റൽ നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ 5.3 വെർഷനാണ് അതിൻ്റെ ബ്ലൂടൂത്ത്. ഡ്യുവൽ പെയറിംഗ് ഉണ്ട്, ഒരേ സമയം നമുക്ക് 2 ഡിവൈസിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്സ് ഫംഗ്ഷൻ ഉണ്ട്, കോളിംഗ് ഫംഗ്ഷൻ ഉണ്ട്, സോഫ്റ്റ് ഇയർ കുഷനാണ്. പിന്നെ ഉള്ളത് ഡീപ് ബാസ്. 40 mm ഡ്രൈവറാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഒരു LED ലൈറ്റ് ഉണ്ട്. 50% ഓളിയത്തിലോട്ട് വരുമ്പോൾ LED ലൈറ്റ് ഓഫ് ആവും എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ചെയ്യാം. ഇതിൽ കുറച്ച് ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ വില നമുക്ക് ബോക്സിൽ ഇപ്പോൾ കൊടുത്തേക്കുന്നത് 2499 2024 8-ാം മാസമുള്ളത്. ഹെഡ്ഫോണിനകത്തുള്ളത് പാക്കേജിൽ കണ്ടതുള്ള ഹെഡ്ഫോണ്, ഒരു ചാർജിങ് കേബിൾ, ഒരു ഓക്സ് കേബിളൊക്കെയാണ് ഉള്ളത്. ഒരു ഗൈഡും ഉണ്ട്. നമുക്കൊന്നൊരു തുറന്നു നോക്കാം. ആദ്യം തന്നെ ചെറിയൊരു ബോക്സ് പോലെയാണ് കാണുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്യാം. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാം. അതിനകത്ത് ഒരു ചാർജിങ് കേബിളുണ്ട്, C ടൈപ്പ് ആയിട്ടുള്ളൊരു ചാർജിങ് കേബിളുണ്ട്. നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് ഒരു ഓക്സ് കേബിളുണ്ട്. ഓക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓക്സ് കുത്തി നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും. അടുത്തത് ഒരു ഗൈഡാണ്, ഒരു യൂസർ മാനുവലാണ്. നമുക്കിത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നമുക്കിതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ കാണുന്നത് നമ്മുടെ സെബ്രോണിക്സിൻ്റെ ഡൂക്ക് എന്ന് പറയുന്ന ഹെഡ്ഫോണാണ്. ഹെഡ്ഫോൺ അത്യാവശ്യം നല്ല ഒരു ഫീലുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെയൊക്കെ മെറ്റൽ തന്നെയാണ്. ഇത് ഒരു പ്ലാസ്റ്റിക് ഫീലാണ്, എന്നാലും മെറ്റലാണ്. ഇതൊക്കെ ഒരു പ്ലാസ്റ്റിക്കാണ്. സെബ്രോണിക്സിൻ്റെ ഒരു ലോഗോയുണ്ട്. ഇതിൻ്റെ ഇയർ കുഷൻസ് ആണെങ്കിൽ നല്ല ഒരു സോഫ്റ്റ് കുഷനാണ്. നമുക്ക് എന്തായാലും ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ഈ ബോക്സൊക്കെ നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഓണാക്കി നോക്കാം. അതിനായിട്ട് പവർ ബട്ടണുണ്ട്, ഒരു വോളിയം അപ്പ് ബട്ടണുണ്ട്, വോളിയം ഡൗൺ ബട്ടണുണ്ട്, ഒരു ഓക്സ് കേബിളുണ്ട്, ഒരു മൈക്രോ USB അല്ല C ടൈപ്പ് കേബിളാണ്, ഒരു മൈക്കുണ്ട്, ഒരു LED ഇൻഡിക്കേഷനുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നമുക്കൊന്ന് ഓണാക്കി നോക്കാം. എന്തായാലും ഓണായിട്ടുണ്ട്, സിസ്റ്റം ഓണായിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് പെയർ ചെയ്ത് നോക്കാം. അതിനായിട്ട് മൊബൈൽ ഫോൺ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് പെയർ ചെയ്ത് നോക്കാം. സെബ് ഡൂക്ക് എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് പെയർ ചെയ്ത് നോക്കാം. കണക്റ്റിങ് ആണ്. ബ്ലൂടൂത്തിൽ അങ്ങനെ യാതൊരു ഇഷ്യൂസൊന്നുമില്ല. നമുക്കെന്തായാലും കണക്റ്റ് ആയിട്ടുണ്ട്. 100% കാണുന്നുണ്ട്. AAC സപ്പോർട്ടുള്ള ഒരു ഹെഡ്ഫോണാണിത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു മ്യൂസിക് ഇട്ട് നോക്കാം. അതിനായിട്ടൊരു നോൺ കോപ്പി റൈറ്റ് ആയിട്ടുള്ള മ്യൂസിക് ഇട്ട് നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. നമുക്ക് എന്തായാലും ഒന്ന് മ്യൂസിക് ഒന്ന് കേട്ടോ. കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും. ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ കൺട്രോൾ ബട്ടൺസൊക്കെ വരുന്നത്. വോളിയം അപ്പ് ചെയ്യാനും പറ്റും, നമുക്ക് പോസ് ചെയ്യാൻ പറ്റും, പ്ലേ ചെയ്യാനും പറ്റും. പവർ ബട്ടൺ തന്നെയാണ് പോസ് ബട്ടൺ. നമുക്ക് സൗണ്ട് കുറയ്ക്കാനും പറ്റും, നമുക്ക് അപ്പ് ചെയ്യാനും പറ്റും.
ആകെ 4 കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. ബിഗ് ബില്യൺ ഡേയ്സിലായിരുന്നു. ഇതിൻ്റെ റിവ്യൂ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബാസാണ്. അത്യാവശ്യം നല്ലൊരു ബാസുണ്ട്, ട്രബിളും ഉണ്ട്, ഒക്കെ ഓക്കെയാണ്. ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു മീഡിയം ലെവലേ ഉള്ളൂ. എങ്കിൽ ഈ ഒരു ബഡ്ജറ്റിന് ഓക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ പ്രതീക്ഷയിൽ ഇസ്മി രാഹുൽ സൈനിങ് ഓഫ്.